ഉമർ ഖത്താബ് റളിയല്ലാഹു തആല സ്വപ്നം കണ്ടു. പക്ഷികൾ അദ്ദേഹത്തിന്റെ നേരെ വന്ന് അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മാംസം കൊത്തിവലിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്ന് ജീവിച്ചിരുന്ന സ്വപ്നവ്യാഖ്യാനം അറിയുന്ന അസ്മാ ബിൻത് ഹുമൈസിന്റെ അരികിലേക്ക് ചെന്നു. ഇതാ ഇങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടിരിക്കുന്നു, അതിന്റെ വ്യാഖ്യാനം ഒന്ന് പറയണം. അവര് ഉമറിനോട് പറയുകയാണ്, അസ്തൗദിഹുല്ലാഹ്, ഉമറെ യാത്രക്കൊരുങ്ങുക, യാത്രക്കൊരുങ്ങുക ഉമർ, ലോകത്ത് നിന്ന് വിട പറയാനുള്ള സമയമായി. നിങ്ങൾക്കുള്ള യാത്രയപ്പിന്റെ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിറ്റേ ദിവസം പള്ളിയിലെത്തി. ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ യൂസുഫ് പാരായണം ചെയ്തു. മനോഹരമായി സൂറത്തുൽ യൂസുഫ് പാരായണം ചെയ്യുമ്പോൾ ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്ന ആയത്ത് കേട്ടപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു തന്റെ മനസ്സു വിടച്ചു. സ്വഹാബാക്കൾ പറയുകയാണ്, പിറകിലത്തെ സ്വഫിൽ ഉമറിന്റെ കരച്ചിൽ ഞങ്ങൾ കേട്ടു. ഏറ്റവും പിറകിലത്തെ സ്വഫിൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തേങ്ങൽ ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. മഹാനായ സ്വഹാബി റുക്കൂഇലേക്ക് പോയി. എഴുന്നേൽക്കുന്ന സമയത്ത് പിറകിലത്തെ സ്വഫിൽ നിൽക്കുന്ന മനുഷ്യൻ ഫൈറൂസ് അബൂൽ ഉലുൽ മജൂസി കടാര കൊണ്ട് കുത്തുകയാണ്. നെഞ്ചിലേക്ക് കുത്തിയിറക്കി, അടിവയറ്റിലേക്ക് കുത്തിയിറക്കി, താഴേക്ക് വീണ് പിടയുമ്പോ അവസാനമായി ചുണ്ടിൽ നിന്ന് കേൾക്കുന്നത് ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഹസ്ബിയല്ലാഹ് എന്ന് പറഞ്ഞ് ലോകത്ത് നിന്ന് വിട പറയുന്ന മഹാനായ സ്വഹാബി അലി റളിയല്ലാഹു തആല വന്നുകൊണ്ട് പറയുകയാണ്, ഉമറേ ഉമറേ തൂബ, താങ്കൾ സന്തോഷിക്കുക, താങ്കൾ സന്തോഷിക്കുക. കാരണം എന്റെ പ്രവാചകൻ എത്ര തവണയാണ് പറഞ്ഞിട്ടുള്ളത്, അന വ അബൂബക്കർ വ ഉമർ, ഞാനും എന്റെ അബൂബക്കറും എന്റെ ഉമറും എന്റെ പ്രിയപ്പെട്ട ഉമർ എത്ര തവണ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹാനായ സ്വഹാബി പറയുന്നത്, അലി നന്മകളൊന്നുമില്ലാതെ തിന്മകളൊന്നുമില്ലാതെ നന്മയും തിന്മയും തുല്യമാകുന്ന അവസ്ഥയിലെങ്കിലും ഉമറായിരുന്നുവെങ്കിൽ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ തലയുടെ താഴെ വെച്ചിട്ടുള്ള മണല് നിങ്ങളൊന്നു മാറ്റണം, തലയിണ നിങ്ങളൊന്നു മാറ്റണം. ഇൻസഊഹ മിൻ തഹ്തി റഹ്സി, എന്റെ തലയുടെ താഴെ നിന്ന് തലയിണ മാറ്റി ഉമറിന്റെ തല മണ്ണിലേക്ക് വെക്കുക, ഇനി മണ്ണിന്റെ ഭാഗമാകാനുള്ളതാണ് എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ആ സ്വഹാബാക്കൾക്ക് ഒരു പ്രയാസവും കൂടാതെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താമെന്ന്, പ്രവിശാലമായ സ്വർഗത്തിലേക്ക് ചെന്നെത്താമെന്ന പ്രതീക്ഷയുണ്ടായിട്ടില്ല. ആരാണ് ഉമർ? ഉമർ ഒരു വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിശാചു പേടിക്കുമെന്ന് പറഞ്ഞ അത്രയേറെ ശക്തനായ ഈമാനുള്ള സ്വഹാബി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ നിന്റെ സ്വർഗത്തിലെ കൊട്ടാരം ഞാൻ കണ്ടു. അത്രയേറെ സ്ഥാനമുള്ള സ്വഹാബി പേടിക്കുന്നത് മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ചാണെങ്കിൽ പ്രിയമുള്ളവരെ, ആത്മാർത്ഥമായി ഒന്നും വിലയിരുത്താൻ നമ്മൾ